വേറൊരുത്തനെ ചതിച്ചിട്ടല്ല ശ്രീകുമാറിനെ കല്യാണം കഴിച്ചത്. സ്ഥിരം കമന്റിടുന്ന രണ്ട് സ്ത്രീകളുണ്ടെന്ന് ലേഖ. മലയാളികളുടെ പ്രിയപ്പെട്ട താരദമ്പതിമാരാണ് എം.ജി. ശ്രീകുമാറും ലേഖയും. എം.ജി. മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ശബ്ദത്തിന് ഉടമയാണ്. എം.ജിയെ അറിയുന്നവർക്കെല്ലാം ലേഖയെയും അറിയാം. എം.ജിയോടൊപ്പം എല്ലായിടത്തും ലേഖയും എത്താറുണ്ട്. സിനിമക്കഥകളെ വെല്ലുന്ന പ്രണയകഥയാണ് ലേഖയുടെയും ശ്രീകുമാറിന്റെയും. തങ്ങളുടെ പ്രണയകഥ എം.ജി. ശ്രീകുമാറും ലേഖയും പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെ ഇപ്പോഴും മോശമായി സംസാരിക്കുന്നവർക്ക് മറുപടി നൽകുകയാണ് ലേഖ. ഒറിജിനൽസ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ലേഖ മനസ്സ് തുറന്നത്. തീരെ ചെറുപ്പത്തിലല്ല ഞങ്ങള് കല്യാണം കഴിക്കുന്നത്. ഒളിച്ചോടി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. രണ്ട് സൈഡിലും വെൽ സെറ്റിൽഡ് ആയിരുന്നു. ഒരു ആവശ്യങ്ങൾക്കും വേണ്ടിയല്ല, പരിശുദ്ധമായ പ്രണയമാണ് വിവാഹത്തിലെത്തിയത്. ഇത് കേൾക്കുമ്പോൾ വേറൊരുത്തനെ ചതിച്ചിട്ട് ഇയാളുടെ കൂടെ ഓടിയെന്ന് പറയും. ഇവിടെ നമ്മള് മാത്രമേ ഉള്ളൂവോ? ഇവിടെ എത്ര കല്യാണങ്ങളാണ് നടക്കുന്നത്? നമുക്ക് മാത്രം എന്താണ് പ്രത്യേകത എന്നാണ് ലേഖ ചോദിക്കുന്നത്. ഇനി ആരെയാണ് ഭയപ്പെടേണ്ടത്? ദൈവത്തെ ഒഴിച്ച് ആരെയും ഭയപ്പെടേണ്ടതില്ല. ഇത്രയും പ്രായമായി. മകളുടെ കല്യാണം കഴിഞ്ഞു. കണ്ണൂരുകാരനാണ് കല്യാണം കഴിച്ചത്. ഇതെല്ലാം നാട്ടുകാർക്ക് അറിയാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാം വെൽ സെറ്റിൽഡ് ആണ്. ഇനി ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. നമ്മള് നമ്മളുടെ ജോലിയുമായി മുന്നോട്ടു പോകുന്നു. അദ്ദേഹം പാട്ടുമായി പോകുന്നു. പക്ഷേ ചില ആളുകൾക്ക് ഭയങ്കര വിഷമമാണ് എന്നും ലേഖ പറയുന്നു. ഇനിയും കമന്റ് എഴുതിക്കോളൂ. പക്ഷേ എന്നെ വിഷമിപ്പിക്കാമെന്നോ ശ്രീകുട്ടനെ വിഷമിപ്പിക്കാമെന്നോ വിചാരിച്ചാല് നടക്കത്തില്ല. 40-ലധികം വർഷമായി. ഇനിയും നമ്മളെ വിഷമിപ്പിക്കാന് പറ്റുമോ? ഒരു കാലം വരെയല്ലേ പേടിപ്പിക്കാന് പറ്റൂവെന്നാണ് ലേഖ കമന്റുകളെക്കുറിച്ച് പറയുന്നത്. അതേസമയം താന് 2025 മുതല് ഞാന് പ്രതികരിക്കാന് തീരുമാനിച്ചിട്ടുണ്ടെന്നും ലേഖ പറയുന്നുണ്ട്. തങ്ങളെക്കുറിച്ച് മോശമായി സംസാരിച്ചവർക്കെതിരെ നടപടി സ്വീകരിച്ചതിനെക്കുറിച്ചും ലേഖ സംസാരിക്കുന്നുണ്ട്. ഞങ്ങളെക്കുറിച്ച് വളരെ മോശമായി ഒരു സ്ത്രീ എഴുതി. അവര് മദ്രാസുകാരിയാണ്. അവർക്കെതിരെ ഞാന് കേസ് കൊടുത്തു. അവര് മാപ്പ് പറഞ്ഞു. ഒരു എപ്പിസോഡ് കൊണ്ട് അവര് ജീവിക്കട്ടെ എന്ന് കരുതി. രണ്ടാമത്തേതും മൂന്നാമത്തേതുമായി. മൂന്നാമത്തേത് ആയപ്പോൾ പരാതി കൊടുത്തു. ഇനി എന്നെക്കുറിച്ച് മോശമായി ആര് പറഞ്ഞാലും ഞാന് പ്രതികരിക്കും എന്നാണ് ലേഖ പറയുന്നത്. ഭർത്താവ് എന്ന നിലയില് താന് എന്ത് ആഗ്രഹിച്ചുവോ അതിനപ്പുറമാണ് ശ്രീകുട്ടന് എന്നാണ് ലേഖ പറയുന്നത്. എന്റെ എല്ലാ ആഗ്രഹങ്ങളും അറിഞ്ഞു ചെയ്യുന്ന വ്യക്തിയാണെന്നും ലേഖ പറയുന്നു. തന്നെ ഞെട്ടിച്ചൊരു അനുഭവവും ലേഖ പങ്കുവെക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും ഞാന് ശ്രീകുട്ടനോട് ഒരു കാര്യം പറഞ്ഞു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, നടക്കുമോ എന്നറിയില്ല. ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം വാങ്ങിക്കാനാണ്. 3 വർഷം മുമ്പ് ന്യൂയോർക്കിലൂടെ നടക്കുമ്പോൾ പെട്ടെന്നൊരു സ്റ്റോറിൽ കയറി എനിക്ക് ആ സാധനം വാങ്ങിത്തന്നു. ജീവിതത്തിൽ ഒരിക്കലും അത് വാങ്ങാന് പറ്റുമെന്ന് ഞാന് കരുതിയിരുന്നതല്ല. ഞാന് ശരിക്കും കരയുകയായിരുന്നു. ജീവിതത്തിലെ എന്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു തന്ന മനുഷ്യനാണ് എന്നാണ് ലേഖ പറയുന്നത്. ശ്രീകുമാര് തന്നെ വിവാഹത്തിന് പ്രൊപ്പോസ് ചെയ്ത ദിവസം ഒരിക്കലും മറക്കില്ലെന്നാണ് ലേഖ പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങളാണ്, അതിനാൽ ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ യുഎസിലേക്ക് തിരികെ പോയി. 4 മാസം ഇവിടെ നിന്നും വിട്ടുനിന്നു. അദ്ദേഹത്തിന് വേറൊരു കല്യാണമാകട്ടെ എന്ന് കരുതി. ഒരു ദിവസം എന്നെ വിളിച്ച് നീ എത്ര മാസം മാറി നിന്നാലും ഞാന് നിനക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് പറഞ്ഞുവെന്നാണ് ലേഖ ഓർക്കുന്നത്. കുഞ്ഞുങ്ങള് വേണ്ട എന്ന് തങ്ങള് നേരത്തെ നിശ്ചയിച്ചതാണെന്നും ലേഖ പറയുന്നുണ്ട്. അതേസമയം ഞാനും ശ്രീകുട്ടനും പരസ്പരം മക്കളാണെന്നും ലേഖ പറയുന്നുണ്ട്. എന്നാല് കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അലോസരപ്പെടുത്താറില്ല. ഇതാണ് സത്യം. നിങ്ങൾക്ക് ഉൾക്കൊള്ളാമെങ്കിൽ ഉൾക്കൊള്ളാം, ഇല്ലെങ്കില് കള്ളമാണെന്ന് പറയാമെന്നും ലേഖ പറയുന്നു. സോഷ്യല് മീഡിയയുടെ നിരന്തരമുള്ള സൈബർ ആക്രമണങ്ങളും ലേഖയും ശ്രീകുമാറും നേരിടാറുണ്ട്. വിവാഹം കഴിഞ്ഞ് 45 വർഷത്തോളമായിട്ടും സോഷ്യല് മീഡിയയുടെ കമന്റുകൾക്ക് അവസാനമില്ലെന്നാണ് ലേഖ പറയുന്നത്. അതേസമയം തങ്ങളെക്കുറിച്ച് സ്ഥിരമായി മോശം കമന്റിട്ട 2 സ്ത്രീകൾക്കെതിരെയും ലേഖ രംഗത്തെത്തുന്നുണ്ട്. കമന്റുകള് നോക്കാറില്ല. നമ്മുടെ ഇഷ്ടപ്പെടുന്ന കുറെ പേര് മെസ്സേജ് അയക്കാറുണ്ട്. തിരുവനന്തപുരത്ത് ഒരു സ്ത്രീയുണ്ട്. വളരെ വലിയൊരു പേരാണ്. വളരെ മോശം കമന്റുകളാണ് സ്ഥിരമായി എനിക്കിടാറുള്ളത്. പിന്നെ കൊല്ലത്തു നിന്നുള്ള സ്ത്രീ. ഈ 2 വ്യക്തികളോടുമായി പറയുകയാണ്, ദയവായി എന്നെയോ എന്റെ ഭർത്താവിന്റെയോ ഫോട്ടോകളില് നല്ലതും പറയണ്ട ചീത്തയും പറയണ്ട. ഇനി എന്തെങ്കിലും പറഞ്ഞാല് നിയമപരമായി നേരിടും. കേട്ടിരിക്കില്ല എന്നാണ് ലേഖ പറയുന്നത്. അവരുടെ വീടൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവര് എന്താണെന്നും അറിയാമെന്നും ലേഖ പറയുന്നു. അതേസമയം താന് 2 പേരെയും കണ്ടിട്ട് പോലുമില്ലെന്നും ലേഖ പറയുന്നു. അവർക്ക് ചെറുപ്പകാലത്ത് എന്തെങ്കിലും ആഗ്രഹമുണ്ടാവുകയും അത് നടക്കാതെ പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങളുടെ മെക്കിട്ട് കയറാന് വരരുതെന്നാണ് ലേഖ അവരോടായി പറയുന്നത്. മലയാളത്തിലെ ഐക്കോണിക് ഗായകരിൽ ഒരാളാണ് എം.ജി. ശ്രീകുമാര്. മെലഡിയും ക്ലാസിക്കലുമെല്ലാം ഒരുപോലെ മികവോടെ പാടാൻ എം.ജിക്ക് സാധിക്കും. സംഗീത കുടുംബത്തിലാണ് എം.ജിയുടെ ജനനം. ചേട്ടന് എം.ജി. രാധാകൃഷ്ണന് മലയാളത്തിലെ പ്രമുഖ സംഗീത സംവിധായകനാണ്. 1983 അശോക് കുമാര് സംവിധാനം ചെയ്ത കൂലി എന്ന ചിത്രത്തിലൂടെയാണ് എം.ജി. അരങ്ങേറുന്നത്. 86 പുറത്തിറങ്ങിയ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും പാടിയത് എം.ജി. ആയിരുന്നു. മലയാളത്തിനു പുറമെ തമിഴ്, ഹിന്ദി, കന്നഡ, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിലും പാടിയിട്ടുണ്ട്. 3000-ലധികം പാട്ടുകള് പായിട്ടുണ്ട് എം.ജി. ശ്രീകുമാര്.
തന്റെ കരിയറിൽ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. 3 തവണ മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും 2 തവണ ദേശീയ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. 4 പതിറ്റാണ്ടിലധികമായി മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി എംജിയുണ്ട്. 1988 ഒരു അമ്പലത്തില് വെച്ചാണ് എംജിയും ലേഖയും കണ്ടുമുട്ടുന്നത്. അധികം വൈകാതെ ഇരുവരും പ്രണയത്തിലായി. ലേഖ നേരത്തെ വിവാഹിതയും അമ്മയുമായിരുന്നു. 14 വർഷത്തെ ലിവിംഗ് ടുഗദറിന് ശേഷമാണ് ഇരുവരും വിവാഹം കഴിക്കുന്നത്. 2000 മൂകാംബിക ക്ഷേത്രത്തില് വെച്ചാണ് എംജിയും ലേഖയും വിവാഹിതരാകുന്നത്. ലേഖയുടെ മകള് അമേരിക്കയിൽ സ്ഥിരതാമസക്കാരിയാണ്. സോഷ്യല് മീഡിയയിൽ സജീവമാണ് ലേഖ. തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുമായി സംസാരിക്കാറുണ്ട് ലേഖ.